മസ്ജിദ് ഖിബ്ലയുടെ നല്ലൊരു വ്യൂ ആണ് കാണുന്നത്. ഇത് നമ്മൾ ഇച്ചാന്റെ അവളാണ്. ഇച്ച അങ്ങനെ നിങ്ങളെ ഭാഗ്യാനല്ലോ ഇങ്ങനത്തെ ഒരു മാപ്പിളിനെ കിട്ടിയത്. ചുറ്റിക്കാൻ ഇങ്ങനെയല്ലോ പറയാ തച്ചിനെങ്കിൽ ഇപ്പൊ കണ്ടിരിക്കുക. കാരണം ഞാനിവിടെ വന്നപ്പോൾ ഇതിങ്ങനെ കണ്ട് ആസ്വദിക്കുന്നത്. അപ്പോൾ നിങ്ങളും എന്നെ പോലെ തന്നെ കണ്ട് ആസ്വദിച്ചോട്ടെന്ന് വെച്ചിട്ടാണ് വീഡിയോ മൊത്തം പിടിക്കുന്നത്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മദീനത്തുനിന്ന് പോകുന്ന സ്ഥലം ഉസ്താദ് തന്നെ പറഞ്ഞുതരും. ഉസ്താദിലേക്ക് പോകുന്ന ഉസ്താദ്. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അജിയാദിന്റെ ഉംറയിലൂടെ ഇന്ന് മസ്ജിദുൽ ഖുബ ഹബീബ റസൂലിന്റെ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറയുടെ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞ മസ്ജിദുൽ ഖുബ, അതുപോലെ തന്നെ കിബില 2 കിബിലയായി കഅബാലയത്തിലേക്ക് തിരിച്ച ആദ്യം നമ്മുടെ മസ്ജിദുൽ അഖ്സയിലേക്ക് 16 മാസം തിരിഞ്ഞ പ്രവാചകൻ നമ്മുടെ ഹറമിലേക്ക് കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ നിയമം വന്ന മസ്ജിദുൽ ഖിബ്ലത്തൈനി, അതുപോലെ തന്നെ ഖന്ദഖ് ബഹുമാനപ്പെട്ട 3 ശുഹദാക്കൾ അന്തിയുറങ്ങുന്ന ഉഹദിന്റെ തെരുവീതിയിൽ ആ ഭാഗങ്ങളിലേക്ക് ഒന്ന് സന്ദർശിക്കുകയും പിന്നീട് ഖുർആൻ പ്രിന്റിംഗ് പ്രസ് ഖുർആൻ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ചു ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ സൽമാൻ ഫാരിസിയുടെ തോട്ടം, അതുപോലെ തന്നെ ബിഇർ ഖർസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കുളിപ്പിക്കുകയും അലി ഇബ്നു അബി ത്വാലിബ് തന്നെ കുളിപ്പിക്കാൻ വസിയത്ത് ചെയ്യുകയും ചെയ്ത ബിഇർ ഖർസ് ഒക്കെ സന്ദർശിച്ച് തിരിച്ചു വരാൻ ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവരും ഉണ്ട്. ഹായ്, വില ബസ്സിൽ കയറിയിട്ടുണ്ട്. ഹായ് 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 ഹലോ ഹലോ. അങ്ങനെ കഴിച്ച് നമ്മൾ ഖുബ പള്ളീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഖുബ പള്ളീൻ്റെ പ്രത്യേകത നമ്മൾ ഉസ്താദ് തന്നെ പറഞ്ഞുതരും. ഉസ്താദ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു. പ്രത്യേകത ഇൻഷാ അല്ലാഹ് 2 റക്അത്ത് ഇവിടെ നിസ്കരിച്ചാൽ ഒരു ഉംറയുടെ പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടെ ബിഇർ ഖർസ് എന്ന് പറയുന്ന ഒരു കുളവുമുണ്ട്. റസൂലുള്ളാഹിനെ മയ്യത്ത് കുളിപ്പിച്ച കുളം. അലി ഇബ്നു അബി ത്വാലിബ് എന്നെ കുളിപ്പിക്കണമെന്ന് വസിയത്ത് ചെയ്ത ഒരു കുളവും ഇവിടെ അടുത്ത് തന്നെയാണുള്ളത്. അതുപോലെ തന്നെ അബു അയ്യൂബ് അൽ അൻസ്വാരി തങ്ങളുടെ വീട് ഇവിടെയാണ്. റസൂലുള്ളാഹിനെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലവും ഇവിടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഖുബ പള്ളി കാണിച്ചു തരാം. അതിൻ്റെ ഉസ്താദ് പറഞ്ഞ ആ കുളവും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് ഖുബ പള്ളി എന്ന് പറയുന്ന പള്ളി. അപ്പോൾ അതിൻ്റെ പരിസരം എല്ലാം കാണിച്ചു തരാം. ഓക്കെ, മാഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് ഗൈസ് ഖുബ പള്ളി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ ഇവിടെ നിസ്കരിച്ചാലാണ് ഉംറ ചെയ്ത പ്രതിഫലം എന്ന് പറയുന്നത്. മാഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് ഖുബ പള്ളീൻ്റെ ഉള്ളിൽ. മാഷാ അല്ലാഹ്, ഉള്ളിലൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഉള്ളിൽ പോയിട്ട് കാണിച്ചു തരാം. ഇതതിൻ്റെ ഒരു സൈഡാണ്. ഓക്കെ, അപ്പോൾ ഉൾഭാഗം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളെ നാട്ടുകാർ കുറേ ആൾക്കാരെല്ലാം ഉണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ ആരും തെറിയെന്ന് പറയരുത് ഈ വ്ളോഗ് കണ്ടിട്ട്. അപ്പോൾ കാണാത്തവരെല്ലാം ഖുബ പള്ളി കണ്ടോട്ടെന്ന് വെച്ചിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ മെമ്പർ കാണിച്ചു തരാം. മെമ്പർ ഇവിടെയാണ് റസൂലുള്ളാഹി നിസ്കരിച്ചതെന്നൊക്കെ പറയുന്നത് ചരിത്രം. കറക്റ്റ് അറിഞ്ഞുകൂടാ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ എല്ലാവരും നിസ്കരിക്കുകയാണ്. ഓക്കെ, പിന്നീട് നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല, കാരണം പള്ളിയാണ്, അതിനെ ബഹുമാനിക്കണം. അപ്പോൾ നിങ്ങൾ കാണാത്തവരെല്ലാം ഒന്ന് ശരിക്കും ഖുബ പള്ളി കണ്ടു. ഓക്കെ, ഇതിൻ്റെ അപ്പുറമാണ്. അപ്പോൾ ഏതായാലും ഞാൻ നിസ്കരിച്ചിട്ട് അടുത്ത നിങ്ങൾക്ക് ലൊക്കേഷൻ കാണിച്ചു തരാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഗൈസ് നിങ്ങൾ മൊത്തം ഇപ്പോൾ ഖുബ പള്ളി കണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇറങ്ങാൻ പോവാണ്. ഉസ്താൻ എന്താ പറയണ്ട? അൽഹംദുലില്ലാഹ് നമ്മൾ 2 റക്അത്ത് ഇവിടെ നിസ്കരിച്ചു. ഇനി ബിഇർ ഖർസിലേക്കുള്ള യാത്രയിലാണ്. അല്ല പിന്നെ ഒരു മറ്റേ വെള്ളത്തിന് പറഞ്ഞ അതന്നെ എനിക്കതിനെ കുറിച്ച് കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ്. ഉസ്താദ് പിന്നെ കുറേ പ്രാവശ്യം വന്നുകൊണ്ട് അറിയാം. അപ്പോൾ ഏതായാലും നമ്മൾ പള്ളിയെല്ലാം കണ്ടില്ല, അവർ നമ്മൾ അങ്ങോട്ടേക്ക് നേരെ പോവാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഗൈസ് നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ പിന്നെയും വീഡിയോ ഓണാക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ട, അതിൻ്റെ പുറം ഭാഗം കൂടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എല്ലാവരുടെ ലൈനായിട്ട് പേരാണ് ഗൈസ്. ഓക്കെ, ഉസ്താദാ ഉസ്താദ് ഒക്കെ തന്നെ വേണം, കാരണം ഇതിനെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ ഉസ്താദ് വേണം. പിന്നെ കലീൽച്ച ഉണ്ട്, ഡാനിഷ് കലീൽച്ച. ഓക്കെ, പിന്നെ നമ്മളെ ഇച്ചുണ്ട്, അസീസ്ക്കുണ്ട്. അങ്ങനെ കുറേ ആളുണ്ട്, നമ്മൾ ഓരോരുത്തരെ കാണിക്കാൻ ടൈമില്ല. ഓക്കെ, ഖുബ പള്ളീൻ്റെ പുറത്തലത്തെ വ്യൂ നോക്കുക ഗൈസ്. ഓക്കെ, മാഷാ അല്ലാഹ്. ഓക്കെ, ഇതെല്ലാം എത്താൻ പറ്റില്ല, അൽഹംദുലില്ലാഹ്, പഠിച്ചതിന് ശുക്ർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എത്തട്ടെ. അപ്പോൾ കാണാത്തവർ കണ്ടിട്ട് ഒന്ന് ആസ്വദിച്ചു. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും ഞാൻ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദുആയിൽ ഞാൻ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ആരെല്ലാം വീഡിയോസ് കാണുന്നത് അവർക്ക് എല്ലാവർക്കും ഞാൻ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മൾ ബിഇർ ഖർസിൽ എത്തിയിട്ടുണ്ട്. ആ ബിഇർ ഖർസിൻ്റെ പ്രത്യേകത ഉസ്താദ് പറഞ്ഞല്ലോ.
റസൂലുള്ളാഹിനെ മയ്യത്ത് കുളിപ്പിച്ചല്ലേ, മയ്യത്ത് കുളിപ്പിച്ച്. അപ്പോൾ എനിക്കിതിനെ കുറിച്ചൊന്നും വലിയ വിവരമൊന്നും ഇല്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പിന്നെ ഞാൻ പറയാണ്, പൊരുത്തപ്പെടുന്ന ഉസ്താദ് പറഞ്ഞുള്ള അറിവാണ്. അപ്പോൾ ഈ വെള്ളത്തിലാണ് കുളിപ്പിച്ചല്ലേ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ബാക്ക് വ്യൂ എല്ലാം നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, എത്താനായി. ഓക്കെ, ഇതെല്ലാം നമ്മളെ ടീമിലുള്ളവരാണ്. ഇതെല്ലാം മൊത്തം ഹായ് ഹായ് ഹായ്. ഇതെല്ലാം നമ്മളെ അജിയതിൽ വന്നവരാണ് എല്ലാവരും. ഓക്കെ, അങ്ങനെ നമ്മൾ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ബീറുൽ ഖർസ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാ, അപ്പോൾ ഇതാണ് റസൂലുള്ളാഹിനെ കുളിപ്പിച്ചെന്ന് പറയുന്ന കിണർ. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള അലോട്ടില്ല, ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ താഴെ വറ്റിക്കെടുക്കാണ്, ഉള്ളിൽ കിണറുണ്ട്. ഓക്കെ, നമുക്കിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ എടുത്തിട്ട് കിണർ കാണുന്നുണ്ടെങ്കിൽ ഇടയിലൊരു ഗുഹ ഒക്കെ ഉണ്ട്, അതിനെ ഉള്ള സൂമാക്കി കാണിച്ചു പുള്ളിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ പുറത്തിറങ്ങാണ്. ഓക്കെ, ഇവിടുന്ന് കുടിക്കാനൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ട സീനാണ് ഇത്. ഇത് എന്താ സംഭവം എന്ന് അറിഞ്ഞൂടെ? ഇതെന്താ ബദർച്ചാ എന്താ ഇത്? 9-ാം നൂറ്റാണ്ടിൽ നിസ്കരിച്ച പള്ളി. ആ, ഓക്കെ. അപ്പോൾ അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു തന്നു. അപ്പോൾ അതാണ് ഈ പള്ളിയൊക്കെ. പുറത്തിറങ്ങാണ്. ഓക്കെ, അതായത് നമ്മളെ നേരത്തെ അവിടുന്ന് പുറത്തിറങ്ങുന്ന വഴിക്കുള്ള സംഭവമാണ്. ബദർച്ചാ ഹായ്. ബദർച്ച ഇതെല്ലാം കണ്ടിട്ട് ഫുൾ അന്തളിച്ചിട്ട് ഇങ്ങനെ അതിശയായിട്ട് നിന്നിട്ടുണ്ട്. മോശമുള്ളൂ. പിന്നെ നമ്മളെ മെയിൻ ഇതിൻ്റെ ആളുടെ ഫുള്ള് വീട്ടിലെടുക്കുന്നുണ്ട്. അപ്പോൾ കിണർ ഇങ്ങനെയെല്ലാം കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, പുറത്തിറങ്ങുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഏതായാലും പുറത്തിറങ്ങും. ഓക്കെ, മോശം. ആ, പിന്നെ ഇവിടെ വെള്ളം കൊടുക്കുന്നുണ്ട്, വിൽക്കുന്നതാ. മോശം. അങ്ങനെ കഴിച്ച് ഇവിടുത്തെ വെള്ളം എല്ലാവരും കുടിക്കാൻ ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ബോട്ടിൽ വാങ്ങി, ഇതിന് 6 റിയാലാണ്. അപ്പോൾ ഇതിൽ വെള്ളം കൊണ്ടുപോകാനാണ്. ഇത് കുടിക്കാൻ ഇവർ പ്ലാസ്റ്റിക്കിൽ തരുന്നത്. അപ്പോൾ ഇവിടെ ഫുൾ ഇങ്ങനെ തിരക്കിൽ എല്ലാവരും വെള്ളം എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ മെയിൻ എല്ലാവരും കുടിക്കാൻ കാരണം ഈ വെള്ളം, അതായത് റസൂലുള്ളാഹിനെ കുളിപ്പിച്ച വെള്ളം എന്ന് പറഞ്ഞ ഒരു ബർക്കത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഒരു അനാചാരം എന്നൊന്നും പറഞ്ഞിട്ട് ആരും കമൻ്റ് ഒന്നും അടിക്കരുത്. ഓക്കെ സാർ, അതെ സാർ, എന്താ പറയാനുള്ള വെള്ളം 1400 വർഷങ്ങൾക്ക് മുമ്പും 9-ാം നൂറ്റാണ്ട് കാലങ്ങളൊക്കെ ഉണ്ടായിരുന്ന വെള്ളത്തിന് ഇപ്പൊ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അതെ, അപ്പൊ അതിൽ തന്നെ മനസ്സിലായി നമ്മുടെ ചരിത്രത്തിന്റെ ഒരു ശക്തി. അതെ അതെ അതെ. അപ്പോൾ ഏതായാലും ഞങ്ങൾ വെള്ളം കുടിക്കട്ടെ, എന്നിട്ട് വെള്ളം കുടിച്ചിട്ട് വേറെ എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അങ്ങനെ കഴിച്ച് നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ പോകുന്ന ഇടം അതായത് ഖുർആൻ പ്രിന്റ് അടിക്കുന്ന അടുത്തേക്കാണ്. പിന്നെ ഇവിടെ കുറേ ആളുണ്ട് ബസ്സിലല്ല. ഹായ്, ഭയങ്കര ഹായ്, അസ്സലാമു അലൈക്കും. പിന്നെ ഇവിടെ ഇവിടെയൊക്കെ വന്നിട്ട് ഫുള്ള് ഇറങ്ങിയ ഒരാളാണ്. മാഷാ അല്ലാഹ്. എങ്ങനെയുണ്ട് അജ്ജത്ത് ഗ്രൂപ്പിൽ വന്നിട്ട്? ആ, നല്ലല്ല. എങ്ങനെയുണ്ട് അജ്ജത്ത് ഗ്രൂപ്പ്? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓൾക്ക് പണ്ടേ തിന്നുന്ന പിരാന്താണ്ട് ഓൾക്ക് ഫുഡാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നല്ലണ്ടാ? ഓക്കെ, ഓള് പിന്നെ വായി തുറക്കലില്ല, ഭയങ്കര നാണക്കേടല്ലോ. ഓക്കെ, ബിഹാരി ഇത് എങ്ങനെയായിരുന്നു ചോദിക്കുന്നത്? നമ്മളെ ബിഹാരിയില് ഫുഡ് എങ്ങനത്തെ? നല്ല കേട്ടാ. ആ, നിനക്ക് അരസില്ല? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മള് എവിടെയുണ്ട്? ഹായ്, എങ്ങനെയുണ്ട് അജ്ജത്ത് ഗ്രൂപ്പിൽ വന്നിട്ട്? അടിപൊളിയല്ല? ജിയാദ് ഗ്രൂപ്പിൽ നല്ല പാക്കേജാണ്, ഫുഡ് നല്ലതാണ്. നിങ്ങൾ കണ്ടില്ലേ? മാഷാ അല്ലാഹ്, അജിയാദ് ഗ്രൂപ്പ് നല്ല അടിപൊളിയാണ്. അവിടെ കുറെ പെണ്ണുങ്ങളുണ്ട്, കുറെ ആൾ മുണ്ടെന്നാളുണ്ട്. അജിയാദ് ഗ്രൂപ്പ് എങ്ങനെയുണ്ട് വന്നിട്ട്? അടിപൊളി. അടിപൊളിയല്ല? ഓക്കെ. അജിയാദ് ഗ്രൂപ്പിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ, നല്ലല്ലേ? അപ്പൊ അജിയാദ് ഗ്രൂപ്പിനെ കുറിച്ച് 2 വാക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അജിയാദ് ഉംറ സർവീസാണ്. മംഗലാപുരം ഒസങ്കടി മഞ്ചേശ്വരക്കായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഇക്ബാൽ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള അജിയാദ് ഉംറ സർവീസിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ ഉംറയിൽ യാത്രയിലുള്ളത്. അൽഹംദുലില്ലാഹ്, നല്ല ഭക്ഷണവും ഹറമിൻ്റെ തൊട്ടടുത്ത സമീപത്ത് തന്നെ താമസവുമുള്ള മഹത്തായ ഒരു ഗ്രൂപ്പായി ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ സ്വീകരിക്കാൻ അനുഗ്രഹീതമായ ഒരു ഉംറയായി മാറിയിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടില്ല? പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്? നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഗ്രൂപ്പാണ്, എല്ലാ കാര്യത്തിലും നല്ലത്.
പിന്നെ ഫാമിലി ആരും ഉംറയ്ക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലേ? ഞങ്ങളെ ഫാമിലി ആ എങ്ങനെയുണ്ട് അജിയത്ത് ഗ്രൂപ്പ്? അടിപൊളിയാ. ഒന്നും മുന്നേ അറിയുന്നില്ല, അതുകൊണ്ട് ഓക്കെ. എങ്ങനെയുണ്ട് അജിയത്ത് ഗ്രൂപ്പ്? അൽഹംദുലില്ലാ നല്ലുണ്ടല്ലേ? ഓ ഓ എന്നോടേ ചോദിക്ക്. ആ അപ്പൊ അജിയത്ത് ഗ്രൂപ്പിനെ കുറിച്ച് ഇതെങ്ങനെ ആദ്യം നല്ല നല്ല ഫുഡ് ഒട്ടകരിച്ച് എല്ലാവരും ചെല്ലുണ്ട് ഇതൊന്നും എല്ലാ ഭക്ഷണവും റൂമിന്റെ എങ്ങനെ അടുത്ത് തന്നെ റൂം നല്ല പോയി സ്വിമ്മിംഗ് പൂൾ എല്ലാം ഉണ്ട് മുകളിൽ. അല്ല വെരി ഗുഡ്. ഇത് നമ്മളെ മെയിനായിട്ട് അതായത് നമ്മളെ പുത്തൂറിലെ ഇച്ചാണ്. അപ്പോൾ ഞാനെടുത്ത് പരിചയപ്പെട്ടതാ. ഇയാളൊരു ഭയങ്കര ആള് കോമഡി. ഇയാളൊരു സ്ക്രിപ്റ്റ് എല്ലാം തന്നിട്ടുണ്ട് പേടിയാക്കാൻ. അതിൽ പറയുന്നില്ല ഇപ്പൊ ഞാൻ. പിന്നെ പറഞ്ഞത് പറയട്ടെ എനിക്ക്. ഒന്നുമില്ല, നല്ല സന്തോഷായി. ഞാൻ കുറെ പ്രാവശ്യം വന്നിന്. നിങ്ങളെ വൈഫാ? അവരങ്ങനെയാണ് കഴിച്ച് ഇപ്പോഴും കപ്പിൾസ് ആണ്. ഭയങ്കര ഇഷ്ടമാണ് അവർ അങ്ങോട്ട് സ്നേഹിച്ചിട്ട് വരുന്നത്. ഞാൻ കുറെ പ്രാവശ്യം വന്നിന്. ഇതുപോലത്തെ ഒരു ഞങ്ങൾക്ക് സൗകര്യം കിട്ടിയിട്ടില്ല. നല്ല സന്തോഷമായത്. ഇങ്ങനത്തെ ഒരു മാപ്പിളിനെ കിട്ടില്ല. നല്ല ഓക്കെ ഓക്കെ താങ്ക്സ്. ഇത് നമ്മൾ ഇച്ചാന്റെ അവളാണ്. ഇച്ച അങ്ങനെ നിങ്ങളെ ഭാഗ്യാനല്ലേ ഇങ്ങനത്തെ ഒരു മാപ്പിളിനെ കിട്ടിയത്. ചുറ്റിക്കാൻ ഇങ്ങനെയല്ലോ കണ്ടു പറയാത്ത അച്ഛനെങ്കിൽ ഇപ്പൊ മോശമില്ല. തമാശ പറഞ്ഞതൊക്കെ. അജിയത്ത് ഗ്രൂപ്പിനെ കുറിച്ച് എന്താ പറയാനുണ്ടാ വന്നിട്ട്? നല്ല ഗ്രൂപ്പ് അല്ല? നല്ല അഭിപ്രായം. നിങ്ങൾക്ക് എന്തില്ല നാണക്കെടാണ്. ഓക്കെ. പിന്നെ എന്ത് അടുത്ത ഫുഡിലേക്കുള്ള റെഡിയിലാണ് നമ്മളെ ബദുർച്ച. ബദുർച്ചാന്റെ മെയിൻ എന്താ അറിയോ? നമ്മള് കാസോടെ നിങ്ങൾ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞൊരു ബ്ലോഗിൽ ജ്യൂസ് അടിപൊളി നിങ്ങളെ പരിപാടിക്ക് വേണം. കാരണം ബദുർച്ചാന്റെ ജ്യൂസ് എന്താ അറിയോ? മെയിൻ ട്രെൻഡിങ് എന്ത് വരുന്നത് അത് ബദുർച്ച കൊണ്ടുവരും. ഇപ്പൊ വീട്ടിൽ തന്നെ കാണിച്ചതാ. ബദുർച്ച ഒന്ന് ഇവിടെ ആക്കിയ കുറച്ച് പൈപ്പിക്ക് ബദുർച്ച ചിലപ്പോൾ നിങ്ങളെ കാണുന്നത്. അതാ സെറ്റപ്പ് നോക്കുക. ഈ സെറ്റപ്പ് ആണ് മെയിൻ നോക്കാനുള്ളത്. അയ്യ അപ്പോൾ ബദർഷാ നമ്പർ 1 ആളെ എന്നെ കോൺടാക്ട് ആക്കാം തരും. ഓക്കെ. പിന്നെ നല്ല സിയാറത്താണ്. ആദ്യമായി ഞങ്ങൾ ജിദ്ദയിൽ നിന്ന് വന്ന് മദീനയിലേക്ക് വന്നു. നല്ലൊരു ഗ്രൂപ്പാണ്. എല്ലാവർക്കും പരമായ ഒരു അച്ഛന്റെ പ്രത്യേകത എന്താ അറിയോ? അടുത്ത റൂം, പിന്നെ ഫുഡ്. നമുക്കൊരു യാത്രയിൽ വേണ്ടത് നിങ്ങളുടെ മുമ്പും പറഞ്ഞിട്ടുണ്ട്, പിന്നെ പറയുന്നത് ഒരു ഫുഡ് കറക്റ്റാണ് നമുക്ക് വന്ന യാത്രയിൽ. പിന്നെ അതുപോലെ റൂം അടുത്താണ്. അത് രണ്ട് അജ്ജതിൽ സൂപ്പർ മാഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ കൂടെ വന്നവരാണെങ്കിൽ അങ്ങനെ എല്ലാം ഭയങ്കര വൈബിന്റെ ആൾക്കാർ. മാഷാ വൈബ് മീൻസ് ഇസ്ലാമികപരമായിട്ടല്ല, വേറൊന്നല്ല. ഓക്കെ. അപ്പൊ മാഷാ അതെല്ലാം നല്ല നല്ല പുള്ളമാർ, ഈമാനുള്ള പുള്ളവും ഈമാൻ തളിച്ചിട്ട് പുറത്തേക്ക് ഓക്കെ. പക്ഷെ വാണ്ടിമാൻ മാത്രം അടുക്കാടി കുറിച്ചാൽ അവർക്ക് വാണ്ടിമാന് പേര്. ഓക്കെ ഗൈസ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ലൊക്കേഷനിൽ എത്തിരിക്കാണ്. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പൊ ഈ കാണുന്നതാണ് ജുർഫ് മല, ദജ്ജാൽ വരുന്ന സ്ഥലം അല്ലെ? ഇവിടുന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തുള്ള കൊട്ടാരം കാണിച്ച് ചോദിക്കുന്നില്ല കൊട്ടാരം. അങ്ങനെ ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട് മുസാഫ് അച്ചടിക്കുന്ന സ്ഥലത്തൊക്കെ. അതായത് മുസാഫ് പ്രിന്റ് അടിക്കുന്നത്, നമ്മൾ അച്ചടിക്കുന്ന പറയും. കാസർഗോഡ് ചില ഭാഷയിലുള്ള അച്ചടിക്കുക എന്നല്ല പറയും. അതായത് പ്രിന്റ് എടുക്കുന്ന സ്ഥലമാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഖുർആന്റെ അടുത്തേക്ക്. അപ്പോൾ ഈ പെണ്ണിന് ഭയങ്കര ഒരു ആഗ്രഹം ഇങ്ങനെ ബ്ലോഗിൽ നിൽക്കണമെന്ന്. മാഷാ അല്ലാഹ്. ഹായ് മോളെ, അസ്സലാമു അലൈക്കും. സലാം താ. ഓ ഭയങ്കര നാണക്കേട് ഇപ്പോഴതിനോൾക്ക്. ഓക്കെ. നമ്മൾ ഖുർആന്റെ അടുക്ക് പോകുന്നുണ്ട്. നമ്മൾ ഇച്ച ഫുള്ള് പ്രഷറിലുണ്ട്, ചൂട് കൊണ്ടിട്ട്. അല്ല എങ്ങനെയുണ്ട് നിങ്ങൾ നമ്മൾ യാത്രയിലെ അനുഭവത്തിനെ കുറിച്ച് എന്ത് പറയാനുള്ള? മാഷാ അല്ലാഹ് അല്ലേ? നമ്മ ഇങ്ങനെ ഒരു ബ്ലോഗ് ഇതെല്ലാം ആക്കിയിട്ട് പോകുമ്പോൾ ഒരു റാത്തുണ്ടല്ലോ, ഇതിനെ കുറിച്ച് പറയാം. ഒരു മജ വരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്ത്, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എടുത്ത ക്ലൈമറ്റിനെ കുറിച്ചിട്ട്. നല്ല അല്ല നല്ലൊരു ക്ലൈമറ്റ്. അങ്ങനെ നമ്മൾ ഖുർആന്റെ പ്രിന്റ് അടിക്കുന്നതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അപ്പുറം കാണുന്നതാണ് ആ മല. അത് ജുർഫ് മല എന്ന് പറയപ്പെടുന്ന ഒരു മല. അത് ജുർഫ് മല അല്ലേ? അവിടെയാണ് അത് മുകളിൽ നിൽക്കുന്നത്. ഇവിടുത്തെ റോയൽ പാലസ് ആണ്, രാജാക്കന്മാരുടെ കൊട്ടാരം. ഈ മലയല്ല ദജ്ജാൽ വരുന്നത്? ഈ മലയിലാണ് ദജ്ജാൽ ഇറങ്ങുന്നത് എന്നൊരു അഭിപ്രായമുണ്ട് അല്ലേ? അപ്പോൾ ആ മലയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ നോക്കിയാൽ നല്ല രീതിയിൽ കാണാം. ഓക്കെ. എന്താ ചോദിക്കുന്നത്? ആര്? ഇത് ദജ്ജാലാ. അതായത് ദജ്ജാൽ ആടെ വന്നിട്ട് ഇറങ്ങിയിട്ട് ചോദിക്കുന്നത് അടുത്ത കൊട്ടാരം കാണിച്ചിട്ട് ഇതാരെ കൊട്ടാരം. അപ്പോൾ ചരിത്രം അറിയുന്നവർക്ക് അറിയാം, അത് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചത് ഇവിടുന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നു, അതുകൊണ്ട് കാണിച്ചത്. ഓക്കെ. അപ്പോൾ ഏതായാലും ഖുർആൻ്റെ ഉള്ളിൽ എത്തിരി കാണാം. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഈ വ്ളോഗിങ് ഇങ്ങനെ കണ്ട് ആസ്വദിക്കും. കാരണം ഇവിടെ വരാൻ പറ്റാത്തവർക്ക് ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റും. അടിപൊളി വ്ളോഗാണ്. പിന്നെ കുറച്ചൊക്കെ തമാശ എല്ലാം പറയും,
അത് നമ്മൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അതൊന്നും നിങ്ങൾ മനസ്സിലേക്ക് തടിക്കൊന്നും എടുക്കല്ലേ. ഓക്കെ അറിയിച്ചാ തമാശ വേണ്ട ജീവിതത്തിൽ. ഇക്ബാൽച്ച ഫുൾ എന്താ അറിയോ, ഇക്ബാൽച്ചാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ ഒരു എത്തിയും കാനലുള്ള ഒരു വാർഡറ പോലെ അതിന്. കാരണം അല്ലെങ്കിൽ ഈ എല്ലാവരും നോക്കണം പിടിക്കണം. ഈ മെയിനില്ലേ നമുക്ക് പറയാനുള്ളത്, ഈ ഉംറ പാക്കേജ് കൊണ്ടുവന്ന ആൾക്ക് ഭയങ്കര ക്ഷമ പോകണമെന്ന് ഞാൻ അറിഞ്ഞു. കാരണം എന്താ അറിയോ, ഈ ഒക്കെ വരുന്ന എല്ലാവർക്കും പല പല സ്വഭാവവും എല്ലാം അഞ്ഞിട്ട്. അതായത് എങ്ങനെ അറിയോ, ഒരു റൂമിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഓരോ ആട്ടിൻ്റെ കൂട്ടത്തിൽ പഠിപ്പിക്കും ഓരോ നേക്കിലാക്കും. ഈനെല്ലാം ഇങ്ങനെ സമാക്കിയിട്ട് കോട്ടണ്ടാക്കി നല്ല പണിയുണ്ട്. അപ്പോൾ അതിന് ഇയാൾക്കൊരു പിക്സലോട്ടുണ്ട്. കാരണം ക്ഷമിച്ചിരി അപ്പം നോക്കുമ്പോൾ ചിരിച്ചിട്ട് തോന്നിട്ട് അതിനെല്ലാം മെയിൻറ്റെയിൻ ആക്കുന്നത്. എന്നെ പോലത്തെ ആളതിനെങ്കിൽ പ്രഷറായിട്ട് വരും ഉംറയില്ല എന്തില്ല നാട്ടിലേക്ക് പോകുന്ന പറഞ്ഞിട്ട് ചോടിച്ചിട്ട് പോയിട്ടുണ്ടാട്ടെ. കാരണം ക്ഷമ പോകണം നല്ല. ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉസ്താദാണെങ്കിൽ ഖുർആൻ വാങ്ങാൻ വേണ്ടിയിട്ട് മുട്ടിയിട്ടാകെ ഇതായിട്ട് ഒരു സന്തോഷത്തിൽ തിളക്കുന്ന ഉസ്താദ്. മാഷാ അല്ലാഹ് ഒരു ഖുർആൻ ഉസ്താദ് കിട്ടും മാഷാ അല്ലാഹ്. ഓക്കെ അപ്പോൾ ഉസ്താദ്മാർക്ക് ഇങ്ങനത്തെ ഒരു സന്തോഷം, ഇതെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ ഉസ്താദിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൽ ഉസ്താദിന്റെ പതി എടുക്കാം. മാഷാ അല്ലാഹ്. അല്ലേ അപ്പോൾ ഉക്കിനടുക്കത്ത് പോകുമ്പോൾ ഉസ്താദിന്റെ ആയിഷ റെസ്റ്റോറൻറ്റിൽ പോവാ, ഫുഡ് കഴിക്കാം. എന്നിട്ട് ഉസ്താദിനോട് അഭിപ്രായം പറയാ. കാരണം ഉസ്താദിന്റെ ഇതില്ലേ ഗ്രൂപ്പിൽ മറ്റേ ഇതില്ല ഇൻസ്റ്റാഗ്രാമെല്ലാം ഉണ്ടല്ലോ, എന്തോ പൈസ കൊടുക്കാതെ പോണ്ടാന്ന്. ഇൻസ്റ്റാഗ്രാമിന്റെ പേര് എങ്ങനെ അത് ഉസ്താദ് തന്നെ അറിയാലോ, അത് ഞാൻ മനസ്സിലാക്കും. ഓക്കെ ഓക്കെ ഹായ് അസ്ലാം. അവിടെ കുറേ ആളെ വീട് നമുക്ക് ഫാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ ബമ്പക്കെന്തല്ല. ഓക്കെ അപ്പോൾ നിങ്ങൾ ഉക്കിനടുക്കത്തെ ഭാഗത്ത് പോകുമ്പോൾക്ക് ഉസ്താദിൻ്റെ ഹോട്ടലിൽ ഒരു പ്രാവശ്യം കയറണം. പിന്നെ കാരണം പറഞ്ഞെങ്കിൽ സ്പെഷ്യൽ ഫുഡാണ് ഉസ്താദിൻ്റെ ആകുമ്പോൾക്ക്. നാടൻ ഫുഡ്. പിന്നെ ഉസ്താകുമ്പോൾക്ക് കുറച്ച് ഇത് നല്ല ദീനും ദുനിയാവെല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എന്ത് ഉസ്താദ് എന്ത് ഇടുന്നില്ലല്ലോ ഉസ്താദ്, ഫുഡെല്ലാം കറക്റ്റാണ്, നല്ല നാടൻ. ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഉക്കിനവിടെ പോകുമ്പോൾ ഞാൻ നിങ്ങൾ പോകണം. ഓക്കെ അപ്പോൾ എത്തി ഖുറാൻ്റെ അടുത്തൊക്കെ എത്തി. ഇത് എന്ത് നിങ്ങൾക്ക് പറയാം, അതെ അതെ ഇതൊന്നും പരസ്യമല്ല കേസ്, ഇതെല്ലാം ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ളൊരിത്. പിന്നെ നമ്മൾ ഈച്ച പറഞ്ഞാൽ ഭയങ്കര തമാശക്കാരൻ പറഞ്ഞെങ്കിൽ ഒറ്റ കിട്ടിയെങ്കിൽ തമാശ ചിരിക്കുക. ഈ ഉംറേൻ്റെ പറ്റിയ തമാശ അല്ല പറയുന്നത്, അന്ന് മോശമല്ല. പക്ഷെ നിങ്ങളെന്തോ ഒരു മെയിൻ എന്തോ ഉണ്ടല്ലോ പുത്തൂർ, എന്ത് ഫർണിച്ചർ അല്ല. പുത്തൂർക്കാർക്ക് ഫർണിച്ചർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇച്ചാനെ കണ്ട മതിയല്ലോ. ഏടക്കാണ് എത്തിച്ചു കൊടുക്കുന്ന പേരെന്താ നിങ്ങളതിൻ്റെ? ഓക്കെ ഏഷ്യൻ വുഡ്. ഓക്കെ അങ്ങനെ നമ്മൾ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ മാഷാ അല്ലാഹ്. അവരുടെ എല്ലാ ചരിത്രം അറിയുന്നവർക്ക് ഒരുപാട് ഇതിൽ പറയാൻ കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്കിത് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് മെയിൻ ഖുർആൻ്റെ പ്രിൻറ്റിൻ്റെ ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളെ കലിച്ചേർന്ന് ഇത് മെയിനായിട്ട് എടുക്കേണ്ട സംഭവം അല്ലേ? അതായത് എടാ മാഷാ അല്ലാഹ്. അപ്പോൾ ഖുർആനാണ്. ഖുർആൻ്റെ ഇത് ഉസ്താദിന്റെ ചരിത്രം ഉണ്ടാവല്ലോ ഉസ്താദ് എന്തല്ലോ ഈ അല്ല അത് ഓരോന്ന്. കാരണം അതിനെല്ലാം വിശദീകരിക്കാൻ നിന്നെങ്കിൽ നമുക്ക് ഒരു ദിവസം പോരാ, ഒരു വർഷം പറയേണ്ടി വരും. വർഷം അതിനേക്കാൾ കൂടുതലുണ്ടാവും. അപ്പോൾ അതൊന്നും പറയാൻ നിൽക്കുന്നില്ല. നമുക്ക് ടോട്ടലി ഷോർട്ടാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ എന്താ ഇതെല്ലാ നാട്ടിലത്തെ ആജമാറും എല്ലാ നാട്ടാറുണ്ട് കണ്ട ഓരോ മൊബൈൽ പിടിച്ചിട്ട് എല്ലാം പറയുന്നുണ്ട് അതാണ് ഇതാണ്. ഓക്കെ അപ്പോൾ നമ്മളെ കൂടെ ഇപ്പോൾ ഒരു പാകിസ്ഥാൻ ഭായിനെ കിട്ടുന്നുണ്ട്. ഹായ് अस्सलाम वालेकुम। या फाइन कैसा है जी? नाम क्या आपका? मोहम्मद ज़ीशान। मोहम्मद ज़ीशान। आपका बेटा? ज़करिया। ओके ज़करिया उसका बेटा है, वो पाकिस्तान वाला है। देखेगा वो केरला वादी का तरफ है लेकिन वो पाकिस्तानी है। इधर में मिला है। मेरे को हिंदी बहुत मालूम नहीं लेकिन एडजस्ट करते हैं, वो उर्दू लोग है लेकिन एडजस्ट करता है। ओके वो क्या? हाँ वो क्या नहीं वो केरला वाला है। कैसा ठीक है? ഓക്കെ ദാ മുസാഫിൻ്റെ ഫാക്ടറിയാണ് ഗൈസ് നിങ്ങൾ കാണും. മാഷാ അല്ലാഹ്. ദാ ഖുർആനൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ അട്ടിക്ക് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് അടുത്ത് ഈ കാണുന്ന കാഴ്ചയല്ലേ നമുക്ക്. മാഷാ അല്ലാഹ്. ദാ പ്രിൻറ്റിങ് ഒക്കെ അടിക്കുന്ന ഇതെല്ലാം ഞാൻ ലോങ് വ്യൂ ഒന്ന് കാണിച്ച് ദാ ഫുള്ള് പ്രിൻ്റ്. മാഷാ അല്ലാഹ് പ്രിൻ്റ് അടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കിങ്ങനെ ഇവിടുന്ന് നോക്കിയിട്ട് പോകാനുള്ള അവസരമാണ് ഇവർ ഒരുക്കി തരുന്നത്. ഓക്കെ
പ്രിൻ്റ് അടിച്ചിട്ട് പോകുന്ന മുസാബ്. ഓക്കെ, അപ്പം ഞങ്ങളെ കൂടെയുള്ളവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം കണ്ട് മുസാബ് അല്ല മാഷാ അല്ലാ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങാൻ നേരത്തെ മുസാബ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് മാഷാ അല്ലാ. അല്ല ഹിന്ദി കേരള. താങ്ക് യു. ഓക്കെ, അങ്ങനെ മാഷാ അല്ലാ ഞങ്ങൾക്ക് ഉസ്താൻ്റെ മുസാഫിന് ഞാൻ എന്നെ വാങ്ങി. കാരണം ഉസ്താദ് കുറേ വട്ടം വന്നിട്ട് കുറേ മുസാഫ് ഉണ്ട്. അപ്പോൾ എന്നോടൊരു മുസാഫ് ചോദിച്ചിരുന്നു, എനിക്ക് ഓർമ്മയില്ല വരുമ്പോൾ. അപ്പോൾ ഒരു മുസാഫ് ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ യൂസ് ആക്കും. ഓക്കെ ഇൻഷാ അല്ലാ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ പുറത്തിറങ്ങാണ്. ഇനി വേറെ എന്തെങ്കിലും കാണിക്കും ഇന്നത്തെ ഈ ടൂറിൻ്റെ ടൂർ മീൻസും ഒക്കെ ഇന്നത്തെ ഈ പുറത്തിറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് വേറെ എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ അടുത്ത നമുക്ക് കാണിച്ചത്. ഇല്ലെങ്കിൽ ഇതോടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. എന്നിട്ട് അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ വീണ്ടും വീഡിയോൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഇൻഷാ അല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും.